കേരളത്തിൻ്റെ ആദ്യ സമഗ്ര നഗരനയം രൂപപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ സംഘടിപ്പിച്ച കേരള അർബൻ കോൺക്ലേവ് സമാപിച്ചു. കൊച്ചി ഗ്രാൻഡ് ഹയാത്ത് കൺവെൻഷൻ സെൻറ്ററിൽ 2 ദിവസങ്ങളിലായി നടന്ന കോൺക്ലേവിൽ 34 സെക്ഷനുകളിലായി 275 പ്രഭാഷകരാണ് പങ്കെടുത്തത്. ഇന്ത്യയിൽ ആദ്യമായി നഗരനയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനമെന്ന സവിശേഷത കേരളത്തിന് ലഭിച്ചിരിക്കുകയാണ് എന്ന് തദ്ദേശീയ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. 3115 പ്രതിനിധികൾ പങ്കെടുത്ത കോൺക്ലേവിൽ 12 രാജ്യങ്ങളിൽ നിന്നുള്ള വിദഗ്ധരും 17 മേയർമാരും 8 മന്ത്രിമാരും പങ്കാളികളായി. 3 ഹൈ-ലെവൽ പൊളിറ്റിക്കൽ ഫോറം, 5 പ്ലീനറി സെഷനുകൾ, 10 പോളിസി സെഷനുകൾ, 2 ഫോക്കസ് സെഷനുകൾ, 5 ഫയർ സൈഡ് ചാറ്റുകൾ, 11 റൗണ്ട് ടേബിൾ എന്നിവ ഉൾക്കൊള്ളുന്നതായിരുന്നു കോൺക്ലേവ്. 34 സെഷനുകളിൽ 275 വിദഗ്ധർ ആശയങ്ങൾ പങ്കുവച്ചു. 300-ലധികം നിർദ്ദേശങ്ങളാണ് ഉയർന്നു വന്നത്. സമാപന സമ്മേളനം തദ്ദേശ സ്വയംഭരണ മന്ത്രി എം.ബി. രാജേഷ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയിൽ ആദ്യമായി നഗരനയം ആവിഷ്കരിക്കുന്ന സംസ്ഥാനമെന്ന സവിശേഷത കേരളത്തിന് ലഭിച്ചിരിക്കുകയാണെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷ് പറഞ്ഞു. അതിവേഗ നഗരവൽക്കരണം നേരിടുന്ന സംസ്ഥാനമായതിനാൽ സമഗ്രവും ശാസ്ത്രീയവുമായ നഗരവികസന സമീപനം അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. കേരളത്തിന്റെ സാഹചര്യങ്ങൾ ഉൾച്ചേർക്കുന്ന വികസന മാതൃകയിൽ നിന്നും വ്യതിചലിക്കാതെ നഗരവികസന നയം തയ്യാറാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. 300-ലധികം നിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കി കരട് നഗരനയം ഉടൻ മന്ത്രിസഭയ്ക്ക് സമർപ്പിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നഗരവൽക്കരണം എത്ര വേണ്ട എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ചെയ്യാവുന്ന എന്താ, ആ നഗരവൽക്കരണത്തെ ശരിയായിട്ട് സമീപിക്കുക, ആസൂത്രണത്തോടു കൂടി ഒരു കാഴ്ചപ്പാടോടുകൂടി സമീപിച്ചാൽ അത് ഉയർത്തുന്ന കുറേ പ്രശ്നങ്ങളുണ്ടാവും, സ്വാഭാവികമായിട്ടും ഉണ്ട്. ആ പ്രശ്നങ്ങളെ നമുക്ക് ശരിയായിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റും. അതിൻ്റെ അവസരങ്ങൾ നമുക്ക് നന്നായിട്ട് ഉപയോഗപ്പെടുത്താനും പറ്റും. അതിന് നമുക്കൊരു നയം വേണം. സമഗ്രമായ, ശാസ്ത്രീയമായ, വ്യക്തതയുള്ളൊരു നയം വേണം. ആ നയം ആവിഷ്കരിക്കാൻ നമ്മൾ ഒറ്റയ്ക്ക് മാത്രം ശ്രമിച്ചാലാവില്ല. ലോകത്താകെയുള്ള അനുഭവങ്ങൾ നോക്കണം, ഇന്ത്യയിലാകെയുള്ള അനുഭവങ്ങൾ നോക്കണം. വിവിധ മേഖലകളിലെ വിദഗ്ധർ, അനേകം മേഖലകളുടെ വൈദഗ്ധ്യം ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇവരെ എല്ലാവരെയും നമ്മൾ ഒറ്റ വേദിയിൽ കൊണ്ടുവരുന്നു. ധാരാളം എല്ലാ മേഖലകളിൽ നിന്നുള്ള പുതിയ പുതിയ ആശയങ്ങൾ വരുന്നു. ആ ആശയങ്ങളെ നമ്മളിവിടെ ക്രോഡീകരിക്കുന്നു. അത് കേരളത്തിന് അനുയോജ്യമായിട്ടുള്ളവ നമ്മൾ സ്വീകരിക്കുന്നു. അപ്പോൾ ലോകത്താകെയുള്ള അനുഭവങ്ങൾ നമുക്ക് കിട്ടുകയാണ്. ലോകത്താകെയുള്ള മാതൃകകൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് തന്നെ ഇതൊരു പുതിയ കാര്യമാണ്. നഗരനയ രൂപീകരണത്തിനായി ഇത്തരം കോൺക്ലേവുകൾ സംഘടിപ്പിക്കുന്നത് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളെ സഹായിക്കുമെന്ന് മാലിദ്വീപ് മേയർ ആദം അസീർ പറഞ്ഞു. കോൺക്ലേവിൽ നിന്ന് കിട്ടിയ ആശയങ്ങൾ തന്റെ രാജ്യത്തും പ്രാവർത്തികമാക്കാൻ ഇത് പ്രചോദനമായെന്നും മേയർ പറഞ്ഞു. Relationship is very important among cities, because when the cities come together and share their knowledge on the good governance, on urban planning, on managing people and managing with the local government, central government. So when we share the information, it will definitely help the central government and the local government to work together and to help the people to grow themselves much better. ബോൾഗാട്ടി പാലസിൽ നടന്ന സമാപന ചടങ്ങിൽ കെ.എൻ. ഉണ്ണികൃഷ്ണൻ എം.എൽ.എ, കൊച്ചി കോർപ്പറേഷൻ മേയർ അഡ്വക്കേറ്റ് എം. അനിൽകുമാർ, LSGD സ്പെഷ്യൽ സെക്രട്ടറി ടി.വി. അനുപമ, LSGD പ്രിൻസിപ്പൽ ഡയറക്ടർ ജെറോമിക് ജോർജ്, സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡ് വൈസ് ചെയർമാൻ വി.കെ. രാമചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഭാരത സർക്കാരിൻ്റെ മഹത് വ്യക്തികളെയും അന്തർദേശീയ വ്യക്തികളെയും ഒന്നിച്ച് പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള അതിവിപുലമായ സജ്ജീകരണം ഈ കോൺക്ലേവ് കഴിയുന്നതോടുകൂടി കേരളത്തിൻ്റെ മുഖച്ഛായ തന്നെ മാറും. കേരളത്തിൻ്റെ ഗ്രാമവും കേരളത്തിൻ്റെ നഗരവും ഒരേപോലെ വികസിക്കുമെന്നുള്ള കാഴ്ചപ്പാടാണ് സർക്കാരിനുള്ളത്. ക്യാമറമാൻ ബിജോയ് തേവർമഠത്തിനോടൊപ്പം ജാക്സൺ തോട്ടുങ്കൽ, ഷെക്കിന ന്യൂസ്, കൊച്ചി.